ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ ഔദ്യോഗികമായി അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിന് കത്തയച്ചു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച് ഏപ്രിൽ 7 മുതൽ വെടിനിർത്തലിൽ തുടരുന്ന പോരാട്ടം അവസാനിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇതോടെ യുദ്ധം തുടരാൻ പാർലമെന്റിന്റെ അനുമതി തേടേണ്ട അവസാന തീയതിയായ മെയ് 1 എന്ന നിയമപരമായ കടമ്പ ട്രംപ് ഭരണകൂടം മറികടന്നു. 1973-ലെ വാർ പവേഴ്സ് റെസല്യൂഷൻ പ്രകാരം 60 ദിവസത്തിലധികം യുദ്ധം തുടരാൻ ജനപ്രതിനിധി സഭയുടെ അനുമതി നിർബന്ധമാണ്. മൈക്ക് ജോൺസൺ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അയച്ച കത്തിൽ ഏപ്രിൽ 7-ന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിവയ്പ് ഉണ്ടായിട്ടില്ലെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും 50,000-ത്തിലധികം യുഎസ് സൈനികർ തുടരുന്നുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള ഭീഷണി പൂർണ്ണമായി മാറിയിട്ടില്ലെന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെങ്കിലും സൈനിക നീക്കം അവസാനിച്ചതിനാൽ ഇനി കോൺഗ്രസിന്റെ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഡെമോക്രാറ്റുകൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഇപ്പോഴും നാവിക ഉപരോധം തുടരുന്നത് യുദ്ധത്തിന്റെ ഭാഗമാണ്. ഭരണഘടനയിൽ യുദ്ധം താൽക്കാലികമായി നിർത്താൻ പോസ്റ്റ് ബട്ടൺ ഇല്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില അംഗങ്ങളും ട്രംപിന്റെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ തുടരുന്നതിനിടെ ഇറാൻ യുദ്ധം പുനരാരംഭിക്കാൻ യുഎസ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 24 മണിക്കൂറിനിടെ 6500 ടൺ ആയുധശേഖരം ഇസ്രായേലിലേക്ക് യുഎസ് കടത്തിയെന്നാണ് വിവരം. വെടിനിർത്തൽ തുടരുന്നതിനിടെ ഇറാനു നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കാൻ യുഎസ് തയ്യാറെടുക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. വലിയ തോതിൽ യുദ്ധസാമഗ്രികൾ യുഎസ് ഇസ്രായേലിലേക്ക് അടുത്തിടെ അയച്ചിട്ടുണ്ടെന്ന് ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യോമമാർഗങ്ങളിലുള്ള ഏറ്റുമുട്ടലിനാവശ്യമായ സാമഗ്രികൾ, സൈനിക ട്രക്കുകൾ, വെഹിക്കിൾ യൂണിറ്റ്സ് എന്നിവയടങ്ങുന്നതാണ് അമേരിക്കയുടെ ചരക്കുകളെന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആരംഭിച്ചതിനു പിന്നാലെ 403 എയർലിഫ്റ്റ്, 10 സീ ലിഫ്റ്റ് എന്നിവയടക്കം ടൺ കണക്കിന് യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശത്രുക്കൾക്കെതിരായ ഏത് നീക്കത്തിനും സൈന്യം സുസജ്ജമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിരുന്നു. യുഎസിൽ നിന്നുള്ള ഷിപ്മെന്റ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാനെതിരായ സൈനിക നീക്കത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് യുഎസ് സംഘം കടക്കുകയാണെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് ചെറുതും ശക്തിയേറിയതുമായ ആക്രമണങ്ങൾ നടത്തുകയെന്നതാണ് ഒരു ലക്ഷ്യം. ഈ ആക്രമണങ്ങളിലൂടെ ഇറാനെ ശാശ്വതമായ വെടിനിർത്തലിലേക്ക് എത്തിക്കുകയും ആണവ വിഷയങ്ങളിൽ ധാരണയാക്കുകയുമാണ് ഉദ്ദേശം. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ തുടരുന്ന ഇറാന്റെ നിയന്ത്രണം എടുത്തുകളയുകയെന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഈ നീക്കങ്ങളിലൂടെ ആഗോള എണ്ണ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ സംരക്ഷിക്കുമെന്നും ഗൾഫ് മേഖലയ്ക്ക് അമേരിക്കയില്ലാത്തൊരു ഭാവി ഉണ്ടാകുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി പ്രസ്താവിച്ചു. മേഖലയെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യുഎസ് സൈനിക സാന്നിധ്യമാണെന്നും സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷ ഒരുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ആണവ മിസൈൽ ശേഷികളെ ഇറാൻ ജനത ദേശീയ തലസ്ഥാനം പോലെയാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കവെയാണ് പരമോന്നത നേതാവിന്റെ വാക്കുകൾ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഗതാഗതത്തിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ റൂട്ട് മാറ്റം നിർബന്ധിതമായിരിക്കുകയാണ് കപ്പലുകൾ. ആഫ്രിക്ക വഴി ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള പാതയാണ് ഗതാഗതത്തിനായി കപ്പലുകൾ തിരഞ്ഞെടുത്തത്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചതോടെയാണ് ഗൾഫ് മേഖലയെയും സൂയസ് കനാലിനെയും ഒഴിവാക്കി കപ്പലുകളെ പുതിയ പാത തേടാൻ പ്രേരിപ്പിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള കപ്പലുകളാണ് ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലൂടെയുള്ള കപ്പൽ പാതകളിലൂടെ വരുന്നത്. നേരത്തെ യമനിലെ ഹൂതികൾ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ പല കപ്പൽ കമ്പനികളും ഈ വഴി തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനെ തുടർന്ന് ഹൂതികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ കുറഞ്ഞതോടെ കപ്പലുകൾ പഴയ പാതയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ഇറാൻ യുദ്ധം തുടങ്ങുകയും കപ്പൽ പാതകളിലെ പുതിയ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തത്. ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള പാതയിലൂടെ കൂടുതൽ കപ്പലുകൾ വരാൻ തുടങ്ങി. സൂയസ് കനാൽ വഴി ഗതാഗതം നടത്താൻ ഞങ്ങൾ ശ്രമിച്ചുവെങ്കിലും സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർന്നതിനാൽ ഗുഡ് ഹോപ്പ് വഴിയാണ് ഇപ്പോൾ പോകുന്നതെന്ന് യൂറോപ്പിലെ ഒരു പ്രമുഖ കമ്പനിയായ ഹാപ്പക് ലോയിഡിന്റെ സിഇഒ പ്രതികരിച്ചു. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി കപ്പലുകൾ വരുമ്പോൾ ഏകദേശം $2,700 ഇപ്പോൾ ചിലവ് വരുന്നത്. സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കാൾ വളരെ കൂടുതലാണിത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.